ഹലോ, എൻ്റെ പേര് പാർവതി. നിങ്ങൾക്കധികം പരിചയം ഇല്ലായിരിക്കും. എൻ്റെ പേര് പാർവതി. ഞാൻ തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പം എനിക്ക് വീഡിയോ എടുത്തൊന്നും പരിചയമില്ല. കുറേശ്ശെ പരിചയം വരുന്നതേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് യൂട്യൂബ് ജേണിയാണ്. ജേണിയെക്കുറിച്ച് പറയാനാണ്. യൂട്യൂബിൽ ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറയാനാണ്. ചെറുതായിട്ടേ ഉള്ളൂ, കാരണം അത്ര നീണ്ട കഥയൊന്നുമല്ല, ചെറുതായിട്ടേ ഉള്ളൂ. അതായത് 2024 ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. കാരണം ചെറുതായിട്ടൊന്ന് തുടങ്ങി വച്ചു. 25 ആയപ്പോൾ ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങിയത്. കാരണം എൻ്റെ ചേച്ചി ആണ് പറയുന്നത്, യൂട്യൂബ് തുടങ്ങ്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് ചേച്ചി പറഞ്ഞു. അതിപ്പം ഞാനത് നോക്കിയപ്പം എൻ്റെ മോളുടെ പേരാണ് കാത്തുവിൻ്റെ ഒരു ചെറിയ നഴ്സറി സോങ്ങൊക്കെ എടുത്തിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങിയപ്പം അത് അത്ര വ്യൂസ് ഉണ്ട്, എന്നാലും അത്ര റീച്ച് ആവുന്നില്ല. അങ്ങനെ ഞാൻ ഇന്ന ഫോണ് കാത്തുവിൻ്റെ വേണ്ട, ചേട്ടൻ്റെ തുടങ്ങാം. എൻ്റെ ചേട്ടൻ്റെ പേര് അരുൺരാജാണ്. എൻ്റെ ചേട്ടൻ്റെ ഇതിലേക്ക് തുടങ്ങാം. പക്ഷേ എനിക്ക് മുഖം കാണിക്കാൻ ഇത്തിരി നാണക്കേടുണ്ടായിരുന്നു. കാരണം ഞാനങ്ങ് ചെയ്താൽ കൊള്ളാമോ കൊള്ളൂലേ എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ചേട്ടനെ കൊണ്ട് തുടങ്ങിക്കാമെന്ന് പറഞ്ഞു. ചേട്ടനെ കൊണ്ട് റീൽസൊക്കെ തുടങ്ങി. പക്ഷെ ചേട്ടൻ നന്നായിട്ട് സംസാരിക്കും. കാരണം ഓരോ വാഴ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസിന് ഇട്ടിരുന്നു. അതൊക്കെ സംസാരിച്ചത് ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ നല്ല കാര്യമായിട്ട് സംസാരിക്കാറില്ല, പക്ഷെ അഭിനയിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഇല്ല, അഭിനയിക്കാൻ അറിയില്ല. അങ്ങനെ ഇന്നപ്പോൾ ചേട്ടന് പിന്നെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടന് അഭിനയിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ചേട്ടൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇരുന്നപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ഇറങ്ങണം. എനിക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു, ചമ്മൽ. ഞാനിങ്ങനെ വിപ്രാളപ്പെട്ടിരിക്കുകയാണ്, ആരും ഇല്ല, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചി പറഞ്ഞത്, നീ ഇറങ്ങി, കുഴപ്പമില്ല, ഇറങ്ങി നോക്ക് എന്നുള്ള രീതിയിൽ ഞാനും ഇറങ്ങാൻ എന്ന് വിചാരിച്ചു. ഒരു റീലിൽ നമ്മൾ ടോയ്സിൽ കോയിന് ഹെഡ് ആൻഡ് ടെയിലൊക്കെ ഇട്ടുന്ന പോലെ ഞാൻ ഒരു റീലിട്ടിട്ട് ഞാൻ നോക്കി. ഒരു റീലിട്ടിട്ട് അത് 1K അടിച്ചാൽ ചെയ്യാം, അതിന് താഴെയാണെങ്കിൽ ചെയ്യണ്ട, ഇന്നല്ല പ്രശ്നം. അങ്ങനെ വിചാരിച്ച് ഞാൻ ചെയ്തു. ഒരു അരമണിക്കൂറൊക്കെ ആയപ്പം 1K അടിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ഇതിൽ ചെന്നിട്ട് 1K അടിച്ചു എന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ജനിച്ചിട്ട് ഇന്ന് വരെ ഞാനൊരു സ്റ്റേജിൽ കയറിയിട്ടില്ല, ഒരു കാലത്ത് പെർഫോം ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് യൂട്യൂബ് റീൽസിൽ ഞാൻ കയറി പറ്റുന്നത്. അങ്ങനെ ഇപ്പം കയറി കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം കയറി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അഭിനയിക്കണം, എങ്ങനെ ഓരോ റീല് കാണുമ്പോൾ നമ്മളത് കോപ്പി ചെയ്യും. കാരണം ഇന്നതുപോലെ ചെയ്യണം, എന്നതുപോലെ പഠിക്കണം, എഡിറ്റിങ് പഠിക്കണം, അങ്ങനെ യൂട്യൂബിനെ കുറിച്ച് അറിയണം, യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ, പിന്നെ യൂട്യൂബിൻ്റെ മറ്റേ കണ്ടീഷൻസ്, ഇത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല, കോപ്പി റൈറ്റ് ഇഷ്യൂ, അതൊക്കെ എനിക്ക് ചെറുതായിട്ട് വരാറുമുണ്ട്. കോപ്പി റൈറ്റൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അത് പിന്നെ അതിനെക്കുറിച്ച് എന്താണ് കോപ്പി റൈറ്റ് എന്താണ് എന്നൊക്കെ പഠിച്ചാണ് ഒരുവിധം ഞാൻ മനസ്സിലാക്കി. ഇന്നതുപോലെ ചെയ്യാൻ പാടില്ല, പിന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് അതെടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം. എൻ്റെ കണ്ടൻറ്റ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. വേറെ കണ്ടൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇടാറില്ല. അങ്ങനെ ഞാൻ പതുക്കെ പിച്ച വെച്ച് തുടങ്ങുന്നു. അങ്ങനെ 1000 സബ്സ്ക്രൈബർ ആയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. 2025 ന്യൂ ഇയർ സമയത്താണ് എനിക്ക് 1000 സബ്സ്ക്രൈബർ ആയത്. അപ്പോൾ അത് 2000 എത്താറായി. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് വാച്ച് അവർ തീരെ ഇല്ല. കാരണം വാച്ച് അവർ കുറവാണ്. വാച്ച് അവർ കൂടുമ്പോൾ മോണിറ്റൈസേഷൻ ആയാൽ അതിൻ്റെ വിശേഷമായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പം ഇത്രയും പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത്.
അപ്പോൾ എൻ്റെ വീഡിയോസ് കാണണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെന്താ പറയണ്ടത്? എല്ലാവരും ടാറ്റാ.